ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, 8 നോമ്പിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധിയും ശരീരത്തിൻ്റെയും ചിന്തകളുടെയും പരിശുദ്ധിയുമാണ് തിരുസഭ നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സുവിശേഷത്തിൽ ഈശോ വികാരങ്ങളുടെയും ചിന്തകളുടെയും നിർമ്മലതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിശുദ്ധിയുടെ ഏറ്റവും സുന്ദരവും നിർമ്മലവുമായ മാതൃകയായി പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിൽ ശോഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സഭ വിളിക്കുന്നത് ഏറ്റവും നിർമ്മലയായ കന്യക എന്നാണ്. എന്നാൽ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കാം. അമ്മ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മാലാഖയായിരുന്നില്ല. നമ്മളെപ്പോലെ ഈ ലോകത്തിൽ ജീവിച്ച ഒരു സാധാരണ സ്ത്രീയായിരുന്നു പരിശുദ്ധ അമ്മ. എന്നാൽ ആ സാധാരണക്കാരിയായ അമ്മയെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തയാക്കിയത് ദൈവത്തോടും അവിടുത്തെ വചനത്തോടും അമ്മ കാണിച്ച പൂർണ്ണമായ പ്രതിബദ്ധതയും വിശ്വസ്തതയുമാണ്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ഈശോ ലോകത്തോട് അരുളി ചെയ്തതിന് മുമ്പ് തന്നെ സ്വന്തം ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും ദൈവത്തിന് വസിക്കാനുള്ള പവിത്രമായ ആലയമായി അമ്മ കാത്തു സൂക്ഷിച്ചു. ലോകത്തിനോ ലോകത്തിലുള്ള താൽക്കാലിക സുഖങ്ങൾക്കോ വേണ്ടി സ്വന്തം മനസ്സിനെയും ശരീരത്തെയും വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്കായി പൂർണ്ണമായി സമർപ്പിച്ചവളാണ് പരിശുദ്ധയമ്മ. അശുദ്ധിക്കോ പാപത്തിൻ്റെ നിഴലിനോ അമ്മയുടെ ചിന്തകളിലോ ഹൃദയത്തിലോ ഇടമുണ്ടായിരുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളിലേക്കാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപം ആരംഭിക്കുന്നത് ഉള്ളിലെ ചിന്തകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നുമാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിൽ ശരീരം കേവലം ഒരു ഉപഭോഗ വസ്തുവായി കാണപ്പെടുകയും ചിന്തകളുടെയും കാഴ്ചകളുടെയും നിർമ്മലത നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. എനിക്ക് എൻ്റെ ചിന്തകളെയും ശരീരത്തെയും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് തോന്നി നാം തളരുമ്പോൾ നാം നടക്കേണ്ടത് പരിശുദ്ധ അമ്മയിലേക്കാണ്. അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്, വിശുദ്ധി എന്നത് നമുക്ക് സാധ്യമാണ്. വിശുദ്ധി എന്നത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഉപാധിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഈശോ ഇപ്രകാരം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അതെ, ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനുമുള്ള ഒരേയൊരു വഴി ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ്. നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അശുദ്ധമാക്കുന്ന കാഴ്ചകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ മകനെ ഉദരത്തിൽ വഹിക്കാൻ മാത്രം നിർമ്മലമായ ഒരു ഹൃദയം കാത്തു സൂക്ഷിച്ച പരിശുദ്ധ മാതാവേ, ഇന്നത്തെ ഈ ലോകത്തിൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അശുദ്ധിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും നിർമ്മലതയോടെ ദൈവത്തിന് വസിക്കാൻ പാകത്തിനുള്ള ജീവനുള്ള ആലയങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ, അമ്മയെപ്പോലെ ശുദ്ധതയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾക്കായി അവിടുത്തോട് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ.
ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.